ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുവചനം ധ്യാനിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈശോ ഇന്ന് നമുക്ക് തരുന്ന വചനഭാഗം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 21 വചനമാണ്. 14ന്റെ 21 രണ്ടായി ആ വചനത്തെ തിരിച്ചിട്ടുണ്ട്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ഈശോ പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ദൈവം തന്നെ എങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുത്തുക? ഈശോ എനിക്ക് വെളിപ്പെട്ട ഒരവസ്ഥയുണ്ടോ, ഒരനുഭവമുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ ഈശോ എനിക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ഈശോയുടെ ഒരു വെളിപ്പെടുത്തൽ എനിക്കുണ്ടായിട്ടുണ്ടോ? ഈശോയെ അനുഭവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഒരു എൻകൗണ്ടർ, ഒരു ഗോഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ടോ? ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഞാൻ ചിന്തിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഈശോ എനിക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടണമെങ്കിൽ, ഈശോ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈശോ വെളിപ്പെട്ട് കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് വേണമെങ്കിൽ എന്താണ് വേണ്ടത്? യേശുവിനെ സ്നേഹിക്കുക. യേശുവിനെ സ്നേഹിക്കുമ്പോഴാണ് ഈശോ വെളിപ്പെട്ട് കിട്ടുക. പ്രിയപ്പെട്ടവർ, അവരെ സ്വർഗപിതാവ് സ്നേഹിക്കും. അതാണ് ഈശോ പറഞ്ഞ ഒറ്റ കാര്യം എന്ന് പറയാം. നമുക്കറിയാം, ഈശോ മനുഷ്യരൂപം കൊണ്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് പരിശുദ്ധ അമ്മയിലൂടെയാണെന്ന് നമുക്കറിയാം. അമ്മയ്ക്കാണ് ഈശോ ആദ്യം വെളിപ്പെട്ടത്. നമ്മുടെ ഉദരത്തില് വചനം മാംസമായി മാറുകയാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ ഈശോയെ വെളിപ്പെട്ട് കിട്ടിയതിന് കാരണം എന്താണ്? അമ്മയ്ക്ക് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹമാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുകയും ക്രിസ്മസിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഈശോയുടെ ഒരു വെളിപ്പെടുത്തൽ, ഈശോയുടെ ഒരു അനുഭവം, ഈശോയെ കാണാൻ പറ്റുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ? നമ്മളത് ചിന്തിക്കേണ്ടതാണ്, ഇവിടെ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും, അവനെ ഞാൻ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ഹൃദയത്തിലോട്ട് എടുക്കാം. ഈശോയെ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഈശോയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകാത്തൊരവസ്ഥ നമ്മൾ കാണുകയാണ്. ആ ഈശോയെ വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും മറ്റു പല വെളിപാടുകളിലേക്ക്, മറ്റു പല വെളിപ്പെടുത്തലുകളിലേക്ക് അവർ കടന്നു പോവുകയാണ്. ഒരു കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഗൂഗിളിലാണ് എന്നെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ഗൂഗിൾ ഇന്ന് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, എന്ത് കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള, വെളിപ്പെട്ട് കിട്ടാനുള്ള ഒരു കാര്യമായി മാറിയിരിക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഈശോ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, ഒരു ഗൂഗിളും നിനക്ക് വേണ്ട, മറിച്ച് നിന്റെ ഹൃദയം നിറച്ച് ഈശോയോട് സ്നേഹം വേണം, ദൈവത്തോട് സ്നേഹം വേണം. നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാം. നമുക്ക് ഈ വചനത്തിൽ ഈശോ വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുക, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു കറേജ് ഉണ്ടാവും, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ധൈര്യം ഉണ്ടാവും, അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു സന്തോഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് നമ്മൾ സങ്കീർത്തകൻ അത് വിളിച്ചു പറയുകയാണ്. സങ്കീർത്തന പുസ്തകം 16 അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. 8 വചനം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അപ്പോൾ ദൈവം കൂടെയുണ്ട്, ദൈവത്തെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ദൈവം എൻ്റെ ഒപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, ധൈര്യം കിട്ടുകയാണ്, ഭയപ്പാടുകളില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യും. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ ആത്മാവിൽ ആനന്ദം കിട്ടി, എൻ്റെ ശരീരത്തിന് ഒരു സുരക്ഷിതത്വത്തിൻ്റെ വിശ്രമം കിട്ടി എന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അപ്പോൾ ഈശോ ഉള്ളപ്പോഴാണ് ആനന്ദം പൂർണ്ണമാവുക. ഈശോയുടെ വെളിപ്പെടുത്തൽ കിട്ടുമ്പോൾ ഒരു ആത്മീയ ആനന്ദം, ഒരു ധൈര്യം, ഒരു സുരക്ഷിതത്വം ഒക്കെ നമുക്കുണ്ടാകും. നമ്മൾ അതിനു വേണ്ടിയാണ് ഈശോയോട് പ്രാർത്ഥിക്കുക. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ അനേകര് ഭയപ്പാടിൻ്റെ നടുവിലൂടെയാണ്, ഒന്നല്ലെങ്കിൽ പെട്ടൊരു അവസ്ഥ, മനസ്സിന് ഭയമേൽക്കുന്ന ഒരവസ്ഥ, മനസ്സിൻ്റെ താളം തെറ്റുന്ന ഒരവസ്ഥ ഒക്കെ നമ്മളിൽ പലർക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ ഹോപ്പില്ലാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ട്, ധൈര്യമില്ല.
പലതിനെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിതത്തെ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ജീവിതങ്ങളെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈശോയുടെ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടാൻ ഇമ്മാനുവേലായി മാറിയ ക്രിസ്മസിന്റെ സന്തോഷമായ ആ ഈശോയെ കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? ഈശോ നമുക്കൊരു അനുഭവമായി മാറുന്നുണ്ടോ? നമ്മൾ ഈശോയെ കാണാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ഈശോയെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുമാണ്. ഈശോയുടെ ഒരു വെളിപ്പെടുത്തൽ എങ്ങനെ എനിക്ക് സാധ്യമാകും എന്നാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റും? നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. ലൂക്ക 24-ന്റെ 13 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. ഇവിടെ എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാര് യാത്ര ചെയ്യുകയാണ്. നമുക്ക് കാണാം, ആ ദിവസം തന്നെ അവരിൽ 2 പേർ യെരുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ജെറുസലേമില് ഈശോ മരിച്ചു. ഗാഗുൽത്തായില് ഈശോ കുരിശിൽ മരിച്ചു. ഈശോ മരിച്ചതിന് ശേഷം ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച് മറ്റു പലരും പറഞ്ഞതും ഒക്കെ കേട്ടിട്ടും ജെറുസലേമിലായിരിക്കാൻ ആവാതെ അവരതാ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അവരുടെ സംസാരമൊക്കെ ഈശോയുടെ കുരിശ് മരണത്തെക്കുറിച്ച്, ഈശോ അനുഭവിച്ച പീഡകളെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വീക്കെൻഡിലാണ് ഇവരുടെ യാത്ര. അപ്പോൾ വീക്കെൻഡില് യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരക്കേറിയ സമയമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ബിസി ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, ഒരു വീക്കെൻഡ് എപ്പോഴും നമുക്ക് ബിസി ടൈമാണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മൺഡേ ടു ഫ്രൈഡേ സ്കൂളാണ്. ദെൻ സാറ്റർഡേ സൺഡേ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കളിക്കണം, അങ്ങോട്ട് പോകണം, ഇത് ചെയ്യണം, അങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീക്കെൻഡുകൾ തീരാറാകുമ്പോഴേക്കും, ഈ വീക്കെൻഡ് തീർന്ന് സൺഡേ തീരാറാകുമ്പോഴേക്കും അവർക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഒരു തിടുക്കത്തിലാണ്. നമുക്ക് അടുത്ത മൺഡേക്കുള്ള ഒരുക്കമാണ് സൺഡേയിൽ. സാറ്റർഡേ നമുക്ക് സൺഡേ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തിരക്കേറിയ ടൈമാണ് പലപ്പോഴും വീക്കെൻഡുകൾ. എന്നാൽ ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഒരുങ്ങാനുള്ള ഒരു തിരക്കാണ് നമ്മുടെ ലൈഫിലെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് സാറ്റർഡേ എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഒരു വീക്കെൻഡ് ഇവൻസ് ആണ്. അപ്പോൾ അവർക്ക് പലരെയും കണ്ടുമുട്ടാനുണ്ട്, പല കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുണ്ട്, പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തിരക്കേറിയ സമയത്തിനിടയിൽ അവർ യാത്രയിൽ, ജീവിതത്തിൻ്റെ യാത്രയിൽ അവർ സംസാരിക്കുന്നുണ്ട് ഈശോയെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമുക്ക് ഈശോയെ കാണാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ആദ്യം പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ഈശോയെ കണ്ടെത്തുന്നില്ല. അത് വലിയൊരു സത്യമാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾ പലപ്പോഴും നമ്മളെ ഈശോയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പലരോട് സംസാരിക്കും, പലരും പറയും ടൈമില്ല, നമുക്ക് തിരക്കാണ്. വെറുതെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കാൻ വളരെ ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുക. എന്തെടുക്കുകയാണ്, ഫോൺ വിളിക്കുമ്പോഴും എല്ലാവരും ഇപ്പം ചിലപ്പോൾ കുഞ്ഞു പിള്ളേരെ നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ അവരെപ്പോഴും അവരുടേതായ ലോകത്താണ്. അവർക്കൊന്നിനും ടൈമില്ല നമ്മളോട് സംസാരിക്കാൻ സമയം. നമ്മുടെയൊക്കെ കുടുംബത്തിലോട്ട് നോക്കിക്കേ, കുടുംബ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കുറവ് സമയം. മറ്റെല്ലാത്തിനും നമുക്ക് തിരക്കാണ്, ഒത്തിരി തിരക്കുകൾ, കുഞ്ഞുങ്ങളുടെ കാര്യം, സ്കൂളിലെ കാര്യം, എല്ലാം തിരക്കിലാണ്. അപ്പോൾ ബിസി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെയൊക്കെ കുടുംബം മാറിപ്പോയി. അപ്പോൾ തിരക്കുകൾക്കിടയിൽ യേശു അവരോടൊപ്പം ചേർന്ന് യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ജീവിതത്തിൻ്റെ തിരക്ക് നമുക്ക് യേശുവിനെ കണ്ടെത്താൻ സാധ്യമാകാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ 24:16 പറയുകയാണ്, എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഈശോയെ നോക്കാൻ പറ്റിയില്ല. ഈശോയെ നോക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. കൂടെ നടക്കുന്ന ഈശോയെ കാണാനായിട്ട് അവർക്ക് പറ്റിയില്ല. അവരുടെ കണ്ണുകൾ
മൂടപ്പെട്ടിരുന്നു എന്നാണ് വചനം പറയുക. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റാത്തത്? അവരുടെ കൂടെയുള്ള പലരും ഈശോ ഉയർത്തെഴുന്നേറ്റൊന്നും ഈശോയെക്കുറിച്ച് പറഞ്ഞു. അവർ ഈശോയെ 3 വർഷക്കാലം ഈശോയുടെ കൂടെ നടന്നു. ഈശോ പറഞ്ഞതെല്ലാം കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും അവർക്ക് ഈശോയെ അനുഭവിക്കാനോ ഈശോയെ തിരിച്ചറിയാനോ അവർക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ കൂടെ നടക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് വചനം പറഞ്ഞു വെക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈശോയെ കാണാൻ പറ്റാതെ? അവിടെ വചനം പറയാണ്, അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവധനരായി നിന്നു. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നെന്താണ്? അവർ മ്ലാനവധനരായിരുന്നു. അവരുടെ ഉള്ളിൽ കഠിനമായ ദുഃഖം, പ്രതീക്ഷകള് സഫലമാകാത്തതിൻ്റെ ദുഃഖം, സ്വപ്നങ്ങൾ പൂവണിഞ്ഞില്ലല്ലോ എന്നൊരു ദുഃഖം അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന രണ്ടാമത്തെ കാര്യം, വചനം കേൾക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നില്ല. മാനസാന്തരത്തിലേക്ക് വചനം നമ്മളെ പലപ്പോഴും നയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റാതെ പോയത്. മൂന്നാമതായി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈശോയെ കാണുന്നത് തടസ്സപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അൺഹാപ്പി ഫീലിങ്സ് ആണ്. നമുക്കൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ഭയങ്കര നെഗറ്റീവ് ഫീലിങ്ങുകൾ ഉണ്ടാകും. ചില ഹർട്ട് ഫീലിങ്സ് ഉണ്ടാകും, ചിലപ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥകളുണ്ടാകും. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും ഈശോയെ കാണാൻ പറ്റില്ല. ഡിപ്രഷൻ തലത്തിലേക്കൊക്കെ പലപ്പോഴും നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈശോയെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കൺമുമ്പിൽ ആയിരിക്കുന്ന ഈശോയെ കാണാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വചനം കാണുകയാണ് ഈ ദിവസങ്ങളിൽ. അപ്പൊ ഈശോയോട് അവർ ചോദിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു. ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷ മങ്ങിപ്പോയി. അപ്പോൾ അവർക്കോട് ദുഃഖം ഉണ്ടാവുകയാണ്, മനസ്സിന് ഭാരം വരികയാണ്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈശോയോട് പറയുകയാണ്, കർത്താവേ, ഇതൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളായിരിക്കുക. നമ്മൾ ഓർക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതീക്ഷകളൊക്കെ തീർന്ന് ഇനി ഒന്നുമില്ല ചെയ്യാൻ, ചില നിസ്സംഗതയുടെ മനോഭാവത്തിലേക്ക് നമ്മൾ പോകും. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ചിലപ്പോൾ നിസ്സംഗതയാകും. പലപ്പോഴും നമ്മളൊക്കെ മെഷീൻ കണക്കായി മാറും, ജീവിതത്തോട് ലക്ഷ്യമില്ലാത്ത ഒരു തലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവരും ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അവിടെ ചുമ്മാ സങ്കടപ്പെട്ടൊരു യാത്രയാണ്, എങ്ങോട്ടെന്നില്ലാതെ തിരക്കുകൾക്കിടയിലേക്കൊരു യാത്ര. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തലം ഇന്ന് നമ്മുടെ ലോകത്തെ കാർന്നു തിന്നുകയാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ വചനം കേൾക്കുന്നുണ്ടെങ്കിലും മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന ഹർട്ട് ഫീലിങ്സുകൾ, നെഗറ്റീവ് തോട്ട്സുകളൊക്കെ നമ്മളെ ഇങ്ങനെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. ഈശോയെ അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റാത്തൊരവസ്ഥ, അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ വചനവും പറയുന്നുണ്ട്. എന്നിട്ട് അവർ വീണ്ടും പറയുകയാണ്, 22-ാമത്തെ വചനം പറയും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു, അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു. ഇവരൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ഹൃദയം തുറന്നിട്ടില്ല. അപ്പോൾ 4-ാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ തലം തണുത്തുറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ദൈവത്തെ സമീപിക്കുന്ന രീതിയിൽ, ദൈവത്തോടുള്ള ദൈവീയ കാര്യങ്ങളുള്ള നമ്മുടെ സമീപനത്തിൻ്റെ രീതിയിലെ ആ അളവുകോലിൽ, വിശ്വാസത്തിൻ്റെ അളവുകോലിൽ വളർച്ചയുണ്ടായിട്ടില്ല നമുക്കിന്ന്. ഇന്ന് വിശ്വാസം വളരാത്ത ഒരു തലം നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കാണാം. നമ്മൾ മറ്റൊരാളിലേക്ക് കുറ്റപ്പെടുത്തലുകളിലേക്ക് നോക്കേണ്ടതില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വിശ്വാസം കുറഞ്ഞു പോയ ഒരവസ്ഥ നമ്മളിവിടെ കാണുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ കാണുകയാണ്, അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ അവരും കണ്ടു, കൂടെയുള്ളവരും കണ്ടു. സ്ത്രീകൾ പറഞ്ഞു, അവരും കണ്ടു. എന്നാൽ അവർ അവനെ കണ്ടില്ല. തെളിവുകൾ അവിടെ കിടപ്പുണ്ട് പ്രിയപ്പെട്ടവർ. ഈശോ ഉയർത്തെഴുന്നേറ്റം തെളിവുണ്ട്, കല്ലറ ശൂന്യമായിരിക്കുന്നു, തെളിവ് അവിടെയുണ്ട്. എന്നാൽ അവൻ അവരോട് പറഞ്ഞു,
അപ്പൊ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും തെളിവ് അവിടെ ഉണ്ട്, എന്നാൽ ഇവർക്ക് എന്ത് സംഭവിച്ചു? തെളിവുണ്ട്, ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വലിയൊരു തെളിവാണ്. പക്ഷേ തെളിവുണ്ടെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്കവിടെ ഈശോയെ കാണാൻ പറ്റിയില്ല. ഇന്ന് പലപ്പോഴും ജീസസിന്റെ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പലരും നമ്മളോട് പറയുക. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ വലിയ തെളിവുകൾ, വിശുദ്ധ കുർബാനയിലെ ഈശോയെക്കുറിച്ചുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും സഭാ പഠനങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, തെളിവുണ്ട്. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഹോപ്പ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷ അസ്തമിച്ചു പോയി, പ്രതീക്ഷയുടെ ആ വലിയ വരം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡിലാണ്. അവർ പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു, എന്താ ഭോഷത്വം നിറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അതെ, തെളിവുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഹൃദയം മന്ദീഭവിച്ചു പോയി. ഈശോ പറയില്ലേ, നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരിക്കും, മന്ദോഷനായ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളി. ഹൃദയം മന്ദീഭവിച്ചു പോയി, നിസ്സംഗത, ഉത്സാഹമില്ലാത്ത അവസ്ഥ, അലസതയുടെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ വചനം പറയാണ്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശയെ പറഞ്ഞതും എഴുതിയതും എല്ലാം ഈശോ വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നാൽ പലപ്പോഴും ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നമ്മൾ ഈ ദൈവിക കാര്യങ്ങളെ സമീപിക്കുക. നമുക്കത് കാണാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒക്കെ നമുക്കിത് കാണാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കാണാൻ പറ്റാത്ത 4 കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൻ്റെ ബിസി തിരക്കുള്ള ഒരു സാഹചര്യത്തിൽ, തിരക്കാർന്ന ഒരു ജീവിതം. തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കേ ഉള്ളൂ എന്ന് പറയുന്ന ഉത്തരങ്ങൾ കൊടുക്കുന്ന അവരായി നമ്മളിൽ പലരും മാറിക്കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈശോയിലേക്ക് നോക്കുന്നില്ല. വചനമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, വചനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ചില ഹർട്ട് ഫീലിങ്സുകൾ, വെറുപ്പ്, വിദ്വേഷം, ചീറ്റിംഗ് എക്സ്പീരിയൻസുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അഗാധമായ ദുഃഖം തളം കെട്ടി നിൽക്കാനിടയാക്കി. അത് നമ്മളെ ഈശോയെ തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറ്റി. നാലാമതായി നമ്മൾ കാണുകയാണ്, ഈശോയെ നമ്മൾ സമീപിക്കുക പലപ്പോഴും ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡോടെയാണ്. തെളിവ് അവിടെയുണ്ട്, പക്ഷേ ഈശോയുടെ പ്രതീക്ഷ പോയി. ഇന്ന് അതാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാൻ ഇന്ന് ലോകത്തിൽ അനേകം തെളിവുകളുണ്ട്. ഏത് ശാസ്ത്രജ്ഞനും പറഞ്ഞു കൊടുക്കാൻ തക്കവിധത്തിലുള്ള തെളിവുകളുണ്ട്. പക്ഷേ വിശ്വാസം ലോകത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് പ്രശ്നം? പ്രതീക്ഷ പോയി, ഉത്സാഹമില്ല. ഇവനെ കണ്ടെത്താൻ, തെളിവുകളിൽ ജീവിക്കുന്നവനെ കണ്ടെത്താൻ നമുക്ക് പറ്റാത്ത ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്നെ എപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റുക? എങ്ങനെയാണ് എൻ്റെ ഈശോയെ എനിക്ക് കാണാനായിട്ട് പറ്റുക? എവിടെയാണ് ഞാൻ ഈശോയെ കണ്ടെത്തുക? യഥാർത്ഥമായ ദൈവിക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധ കുർബാനയിലാണ്. അതാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളെ കർത്താവ് പഠിപ്പിക്കുക. ക്രിസ്മസിന് പുൽക്കൂട്ടിൽ അവതരിച്ച ഈശോയെ ഇന്നും നീ കാണുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ആ കുർബാനയിൽ ഈശോയെ കാണാൻ പറ്റണം. ഗാഗുൽത്തായിൽ മരിച്ച ഈശോയെ അവിടെ ഗാഗുൽത്തായിൽ പോയി ബലിയർപ്പിച്ചത് കൊണ്ടല്ല നീ കാണുക, മറിച്ച് വിശുദ്ധ കുർബാനയിലാണ് നീ കാണേണ്ടത്. നീ വിശുദ്ധ സന്ദേശം നടത്തിയത് കൊണ്ട് മാത്രം നീ ഈശോയെ കാണില്ല. നിന്റെ വിശുദ്ധ കുർബാന അനുഭവങ്ങളാണ് ഈശോ നിനക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളെല്ലാം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരുങ്ങുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ഈശോയെ കണ്ടെത്താനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. പുൽക്കൂടിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തുമ്പോഴും പ്രാർത്ഥിക്കണം, കുർബാനയിലെ ഈശോയെ കാണാനുള്ള കൃപ തരണം. ഈശോ അതാ അവരോട് പറഞ്ഞേ. ജീവിതത്തിന്റെ തിരക്കേറിയ യാത്രകൾക്കിടയിൽ ഹർട്ട് ഫീലിങ്സിലൂടെ കടന്നു പോകുമ്പോൾ, ജനങ്ങൾ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കാതിരിക്കുമ്പോൾ, പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ നീ ഓടി വരേണ്ടത് വിശുദ്ധ കുർബാനയിലേക്കാണ്. അതാണ് ഈ 2 ശിഷ്യന്മാരുടെ ജീവിതാനുഭവം. അതാണ് നമ്മൾ 28-ാമത്തെ വചനത്തിൽ കാണുക. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു.
അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിർബന്ധം അത് ഈശോയോടുണ്ടാകണം. ഈശോയെ എൻ്റെ കൂടെ വരണം. അവിടെ എന്താണ് സംഭവിച്ചത്? പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈശോ തന്നെ നിനക്ക് വെളിപ്പെടുത്തണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധ കുർബാന അനുഭവങ്ങൾ അവൻ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. ആ വിശുദ്ധ കുർബാനയിലെ ഈശോ ചെയ്തതുപോലെ ആ വിശുദ്ധ കുർബാനയിലെ ഓരോ ആചാരങ്ങളും ഓരോ അനുഷ്ഠാനങ്ങളും നിന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ക്രിസ്മസ് നാളില് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു വെളിപ്പെടുത്തൽ തരണേ. ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ സന്ദർശിക്കുമ്പോൾ ഒക്കെ നിന്റെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ നിനക്ക് വെളിപ്പെടുത്താൻ നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഈശോ ആ ഒരു വിശുദ്ധ കുർബാനയുടെ അനുഭവമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയുടെ വെളിപ്പെടുത്തിന് ഏറ്റവും അനുയോജ്യമായി മാറുക. മറ്റാരും എന്ത് ചെയ്താലും നിനക്ക് ഈശോ അനുഭവമായി മാറില്ല. നിന്റെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോ അനുഭവിച്ച ഒരിക്കലും ഈശോയിൽ നിന്ന് പിരിയില്ല. സത്യത്തിൽ അത് ഈ നാളുകളിൽ യൂത്ത് ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ധ്യാന ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുകയാണ്. അവൻ ധ്യാനത്തിൽ പങ്കെടുത്ത് 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ വീട്ടിൽ ചെന്നിട്ട് അവൻ ചെയ്ത ഒരു കാര്യം, ഞായറാഴ്ച പോലും അമ്മ വിളിച്ച കുർബാനയ്ക്ക് വരാത്ത കുഞ്ഞ് മൺഡേ മോർണിംഗിൽ ബസ് പിടിച്ച് എടവക പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അവൻ അമ്മയോട് പറഞ്ഞ കാര്യം ഇതാണ്: അമ്മേ, രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ഓൺലൈനിലെല്ലാം കുർബാന എടുത്തിട്ട് കുർബാനയുടെ പാട്ടുകൾ എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ അവനെ കണ്ടെത്തി. ഈശോ അവനെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അവൻ കുർബാനയ്ക്ക് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സ് നിറയുകയാണെന്നാണ് അവൻ്റെ അമ്മ പറയുന്നത്. അത് കണ്ടു നിൽക്കുന്ന ചേച്ചിമാര് സ്വന്തം മക്കളും അങ്ങനെ ആയിരുന്നെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ വെളിപ്പെട്ട് കിട്ടുവാൻ, നമ്മുടെയൊക്കെ ഓരോ ആഘോഷങ്ങളും കുർബാനയിൽ കേന്ദ്രീകൃതമാണെങ്കിൽ ഈ കുർബാനയിലൂടെ ഈശോ വെളിപ്പെട്ട് കിട്ടാനുള്ള വലിയ കൃപ നമുക്ക് ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഈശോയുടെ വെളിപ്പെടുത്തൽ കിട്ടണമേ എന്ന് ആഗ്രഹിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച്, ഈശോയെ, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പൊന്നു തമ്പുരാനെ, പുൽക്കൂട്ടിൽ പിറന്ന നിന്നെ വിശുദ്ധ കുർബാനയിലൂടെ കണ്ടെത്തി അനുഭവിക്കുവാൻ വെളിപ്പെട്ട് കിട്ടും ഒരു ഈശോ എക്സ്പീരിയൻസ് ഞങ്ങൾക്കെല്ലാം തരണേ കർത്താവേ. ജീവിതത്തിൻ്റെ തിരക്കുകൾ പലപ്പോഴും ഞങ്ങളെ ആ യഥാർത്ഥ അനുഭവത്തിലേക്ക് നയിക്കുന്നില്ല. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിലും പ്രതീക്ഷ തീരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാവുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്നിരിക്കണേ. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ മക്കളിലൊക്കെ ഒരു ഈശോ അനുഭവം, ഈശോ വെളിപ്പെടുത്തൽ ഈ ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും കിട്ടാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. ഈശോയെ കാണാനുള്ള വലിയ കൃപ കുർബാനയിലൂടെ ഈ ലോക ജനതയ്ക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഈശോ ഞങ്ങൾ കൃപയാകണേ. ഞങ്ങൾക്കൊക്കെ അവിടെ കുർബാന അനുഭവം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് ഈശോയുടെ കുർബാനയുടെ സ്നേഹത്തിന് അനുഭവമായി മാറാനുള്ള വലിയ കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. എൻ്റെ ഈശോയെ, നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ അപ്പ, ഞങ്ങളോടൊപ്പം വസിക്കണേ അപ്പ, ഇമ്മാനുവേലായി മാറണേ ഈശോയെ. എല്ലാ സ്തുതിയും ആരാധനയും മഹത്വവും നിനക്ക് സമർപ്പിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.